ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അച്ചു രുക്കുവിനെ കുറിച്ച് വിഷ്ണുവിനോടൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴൊന്നും അല്ല, മുമ്പ് എപ്പോഴോ ആണ്. പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല പെൺകുട്ടിയാ. അത് കേൾക്കുമ്പം തന്നെ വിഷ്ണുവിൻ്റെ ആൻറ്റിക്കൊക്കെ അങ്ങ് ടെൻഷനാവും. രുക്കുവിന് മറ്റാരെങ്കിലുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു, അവരുടെ കൂടെ പോയി, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം അച്ചു പറഞ്ഞേക്കുന്നത്. അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കല്യാണ നിശ്ചയം എങ്ങനെയും മുടക്കുക ആണല്ലോ. എന്നാൽ ഇതൊന്നും അറിയാതെ രുക്കു കല്യാണ നിശ്ചയത്തിന് വേണ്ടി തയ്യാറാവുകയാണ്. വിമലയാണ് അവളെ ഒരുക്കുന്നത്. രുക്കുവിൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. വിമല കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കും. രുക്കു വിമലയോട് പറയും, വിമലേച്ചി, ഞാൻ ഒരാളുമായി ഇഷ്ടത്തില്ല. എന്നാൽ അവരുടെ റൂമിലേക്ക് വരുന്ന ചന്ദ്രലേഖ രുക്കു വിമലയോട് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അവിടെ മറഞ്ഞു നിൽക്കും. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വിമല രുക്കുവിനോട് പറയുന്നുണ്ട്, എന്തെങ്കിലും സംശയം തോന്നിയാ പിന്നെ എന്നെ നിന്നെയും വെച്ചേക്കത്തില്ല. രുക്കു ആകെ ടെൻഷനിലാണ്. അച്ചുവിൻ്റെ ഒരു മെസ്സേജ് പോലും ഒക്കെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അച്ചു എന്തെങ്കിലും ഒരു മെസ്സേജെങ്കിലും ഒക്കെ അയച്ചിട്ടിരുന്നെങ്കിൽ അവൾക്ക് അത്രത്തോളം സമാധാനമായേനെ. മഞ്ജു ഉണ്ണിമോക്കുള്ള ആഹാരം എടുത്തുകൊണ്ട് വരുവാണ്. അന്നേരം കാണുന്നത് ഉണ്ണിമോക്ക് അർച്ചന മരുന്നൊക്കെ കൊടുക്കുന്നതാണ്. അത് കാണുമ്പോൾ തന്നെ മഞ്ജുവിന് നല്ല ദേഷ്യമാവും. മഞ്ജു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ മോളെ എന്നിൽ നിന്നും തട്ടിയെടുത്ത നിങ്ങളുടെ മോളെ ഞാൻ നിങ്ങളിൽ നിന്നും പറിച്ചെടുക്കും. മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടിക്കൊടുക്കാൻ രുക്കുവിന് മനസ്സനുവദിക്കത്തില്ല. എന്തും വരട്ടെ എന്ന് വിചാരിച്ച് വിജയനോട് സത്യങ്ങളെല്ലാം പറയാൻ രുക്കു ചെല്ലുന്നുണ്ട്. പക്ഷേ രുക്കു അത് പറയില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അച്ചു എന്താണേലും ഈ കല്യാണ നിശ്ചയം മുടക്കും. പക്ഷേ കല്യാണം മുടക്കാൻ അച്ചുവിനെ കൊണ്ട് പറ്റൂല്ലയോ എന്ന് കാത്തിരുന്ന് കാണണം. ഇപ്പം അർച്ചനയ്ക്ക് പുതിയൊരു കേസും കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ, സ്വത്തിൻ്റെ കാര്യത്തിൽ അച്ഛനെ ഉപദ്രവിക്കുന്ന മക്കളുടെയൊക്കെ. ആ കേസ് അർച്ചന നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ മിക്കപ്പോഴും മക്കളുടെ ഭാഗം വാദിക്കാൻ പോകുന്നത് വിജയ് ശങ്കറും ആയിരിക്കും. അച്ചുവും രുക്കും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം എത്രയും വേഗം രണ്ട് വീട്ടുകാരും അറിയണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി മുന്നോട്ട് പോകും. ഉണ്ണിമോക്ക് മഞ്ജുവിനേക്കാളും കാര്യം അർച്ചനെ തന്നെയാണ്. എപ്പോഴും ആൻറ്റിയമ്മയെന്ന് വിളിച്ച പുറകെ നടക്കുകയാണ്. എല്ലാത്തിനും ആൻറ്റിയമ്മ തന്നെ മതി. പക്ഷെ മഞ്ജുവിന് അതെല്ലാം നല്ല ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. ദേഷ്യം മൂത്ത് മഞ്ജു എന്തൊക്കെ ചെയ്തു കൂട്ടും എന്നുള്ളത് പറയാൻ പറ്റില്ല.